ഓവുലേഷൻ തിരിച്ചറിയുന്നതിനുള്ള ഏറ്റവും പ്രധാനമായ മാർഗം യോനിസ്രവത്തിലെ പ്രത്യേകതകൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓവുലേഷൻ സമയത്ത് സെർവൈക്കൽ മ്യൂക്കസ് അഥവാ യോനിസ്രവം മുട്ടയുടെ വെള്ള പോലെ കാണപ്പെടുന്നു. അത് ഒട്ടുന്നതും വഴുവഴുപ്പോട് കൂടിയതും വിരലിലെടുത്ത് ഒന്ന് സ്ട്രെച്ച് ചെയ്യുമ്പോൾ കട്ടിയുള്ള നൂലിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്നതുമാകും. യോനിസ്രവം പല സമയത്ത് പല കൺസിസ്റ്റൻസിയിൽ പല രീതിയിൽ വരുന്നു എങ്കിലും ഈ പ്രത്യേകതകളെല്ലാം ഒരുമിച്ച് വരുന്നത് മിക്കതും ഓവുലേഷൻ്റെ സമയത്താണ്. ഓവുലേഷൻ സമയത്ത് അണ്ഡം പുറത്തു വരുമ്പോൾ ചിലർക്ക് അടിവയറ്റിൽ ഒരു വശത്തു നിന്നും തീവ്രമായ ഒരു വേദന അനുഭവപ്പെട്ടു വരാം. ഇത് അണ്ഡം ഓവറിയിൽ നിന്നും വേർപെട്ടു വരുന്നതിൻ്റെ വേദനയാണ്. ഇതിനെ മിറ്റൽ ഷ്മേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഇത് ഒരു സൈക്കിളിൽ ഒരു വശത്തു നിന്നും, ഇപ്പോൾ വലതുവശത്തു നിന്നാണെങ്കിൽ അടുത്ത സൈക്കിളിൽ ഇടതുവശത്തു നിന്നും ആകാം. ഇത്തരത്തിലാണ് അണ്ഡം അഥവാ ഓവം അണ്ഡാശയത്തിൽ നിന്നും പുറത്തു വരുന്നത്. ഇത് എല്ലാവർക്കും അനുഭവപ്പെട്ടു കൊള്ളണമെന്നില്ല. ചിലർക്ക്, പ്രത്യേകിച്ചും ശരീരം മെലിഞ്ഞവർക്ക്, ഇത് തീവ്രവും ആകാം. ഓവുലേഷൻ സമയത്ത് രാവിലെ മുതൽ ശരീര താപനില ഒന്ന് കൂടിയിരിക്കുന്നതും ശ്രദ്ധിക്കാവുന്നതാണ്. സാധാരണയിൽ കവിഞ്ഞ ലൈംഗികാസക്തി ഓവുലേഷൻ സമയത്ത് ഉണ്ടാകാം. ചൂട്, തണുപ്പ്, കാലാവസ്ഥ എന്നിവയോടുള്ള ഒരു അസഹിഷ്ണുതയും ചിലർക്ക് കാണപ്പെടാറുണ്ട്. ചിലർക്ക് വായുക്ഷോഭവും മുലകളിൽ വിങ്ങലും തലവേദനയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ചിലരിൽ, പ്രത്യേകിച്ചും ജോലി സമ്മർദ്ദം, മാനസിക സമ്മർദ്ദം എന്നിവ കൂടുതലായി അനുഭവപ്പെടുന്നവരിൽ ഈ പറഞ്ഞ യാതൊരു ലക്ഷണവും പ്രകടമായി കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് ഓവുലേഷൻ തിരിച്ചറിയുന്നതിനായി സാധാരണ മരുന്ന് കടകളിൽ നിന്ന് ലഭിക്കുന്ന ഓവുലേഷൻ കിറ്റ് ഉപയോഗപ്പെടുത്താം. എന്നിട്ടും വ്യക്തമാകുന്നില്ല എങ്കിൽ ട്രാൻസ്വജൈനൽ അൾട്രാസോണോഗ്രാഫി, ഹോർമോണൽ ടെസ്റ്റ്, അതായത് രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ലൂട്ടനൈസിംഗ് ഹോർമോൺ അളക്കുന്ന ലാബ് ടെസ്റ്റ് എന്നിങ്ങനെയുള്ള സങ്കേതങ്ങളും പ്രയോജനപ്പെടുത്തി നിങ്ങളുടെ ഓവുലേഷൻ തീയതി കണ്ടെത്തുവാനായിട്ട് സാധിക്കും.